എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഇതിൻ്റെ പേര് ആകാശവെള്ളരി എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന പോലെ, പഴുത്ത് കഴിയുമ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതൊന്ന് കറി വയ്ക്കാനായിട്ടാണ് കേട്ടോ. ഇത് പച്ചയാണ്, പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറിൽ വരും കേട്ടോ. അപ്പോൾ പച്ചയും കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കറി വയ്ക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് പയർ എടുത്തിട്ടുണ്ട്, വൻപയർ. അത് ഞാനൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അതും ഇതും കൂടെ ഒന്ന് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ആദ്യം നമുക്ക് വൻപയർ കുക്കറിലിട്ടിട്ട്, ഞാൻ തലേ ദിവസം ഇത് കുതിർത്ത് വെച്ചിരുന്നായിരുന്നു, കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അത് രാവിലെ എടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ട് ഞാനതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് കുക്കറി വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. കുറച്ച് പയറേ ഞാൻ എടുത്തിട്ടുള്ളൂ. വൻപയറോ ചെറുപയറോ എന്താണ് നിങ്ങളുടെ പരിപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാം. വൻപയർ ഇതേപോലെ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് വേവിക്കാൻ വെച്ചു. ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ആവശ്യത്തിന് കറി വയ്ക്കാനായിട്ട്. ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മീനിട്ടാണെന്നുണ്ടെങ്കിലും കറി വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഈ നമ്മുടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തുള്ള അരി ഉണ്ടല്ലോ, അതുപോലത്തെ അരി കിട്ടും. ഇത് പച്ചയായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ് ഇതിൻ്റെ ഇത് കഴിക്കാനായിട്ട്. പച്ചയ്ക്ക് വേണമെങ്കിൽ ചെറിയൊരു പുളിരസം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലാതെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പുളിരസം മാത്രമേ ഉണ്ടാവുള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഇതിപ്പോൾ കറി വയ്ക്കുന്നതിന് ഇത് എടുക്കണ്ട, ഇത് നമ്മൾ കളയുവാണ്. ഇതിങ്ങനെ എടുത്ത് കളയും. കഴിക്കേണ്ടവർക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. തൊലി എത്തി കഴുകി വളരെ ചെറുതായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തൊലി എത്തി ഞാനിത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. പയറിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിത് അതിൻ്റെ പകുതി ഞാനെടുത്ത് അരിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. പയറൊന്ന് ഞാൻ വിസിലടുപ്പിച്ചായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം വിസിലടിച്ച് ചൂടാറിയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തു. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടാണ് ഞാൻ വെച്ചത്. അതിലേക്ക് ഞാൻ അല്പം ഒരിച്ചിരി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. ആ ജീരകം നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇടുവോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇടുകയോ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഇട്ടാലും മതി കേട്ടോ. മറ്റേ ചെറിയ ജീരകവും ഒരിച്ചിരി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സബോള ഞാൻ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത്രയും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് വിസിലടുപ്പിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് ഞാനിത് ഒരു കാൽമുറിയല്ല, ഒരു അരമുറിയ തേങ്ങയില്ല, അതിനേക്കാളും കുറച്ചും കൂടെ കുറവ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അരയ്ക്കാനായിട്ട്. നമുക്ക് തേങ്ങ അരയ്ക്കണം ഇതിലേക്ക്. ജീരകം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇടുകയോ അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാൻ നേരത്ത് ജീരകം പൊട്ടിച്ചിട്ടാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അരയ്ക്കാനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പെരിഞ്ജീരകം ഞാൻ അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. ഒരു നുള്ള് അരയ്ക്കാനായിട്ട് പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട കേട്ടോ, ഒരു നുള്ളു മതി. ഇത്രയും പെരിഞ്ജീരകം ഞാനിതേപോലെ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളിടുക. നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് ഒരു 10 കാന്താരിയാണ് ചേർക്കുന്നത് കേട്ടോ. അത്രയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരല്പം ഉപ്പും കൂടെ കൊടുക്കുകയാണ്. ആദ്യം ഇട്ടത് പോരാത്തതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പൊക്കെ ചേർക്കുക. ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. അതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു.
ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെക്കുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതിനേക്കാളും ഇങ്ങനെ വേറെ രീതിയിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതേപോലെ ഉപ്പൊക്കെ മതിയൊന്ന് നമുക്കിപ്പം നോക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി, ഈ അരപ്പൊന്ന് ചൂടാവണമല്ലോ, തിളക്കരുത്. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന്